നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദി അറേബ്യയിൽ ടൂറിസം മേഖലയിലെ നിക്ഷേപത്തിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കും. സ്ഥാപനങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ലൈസൻസ് അനുവദിക്കുമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു. ഈ മേഖലയിലെ നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക വേദിയും ഒരുക്കും. സൗദി ടൂറിസം മേഖലയിലെ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ലൈസൻസ് നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നത്. ടൂറിസം മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഇനി 2 ദിവസം കൊണ്ട് ലൈസൻസ് അനുവദിക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ഇതിന് 1 മാസത്തോളം സമയമെടുത്തിരുന്നു. ടൂറിസ്റ്റുകൾക്ക് ഗ്രാമീണ മേഖലയിൽ താമസ സൗകര്യമൊരുക്കുന്നതിനെക്കുറിച്ച് മന്ത്രാലയം പഠിച്ചു വരികയാണ്. താമസ സൗകര്യമില്ലാത്ത വിശ്രമ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതും പരിഗണനയിലാണ്. ടൂറിസം മേഖലയിലെ നിക്ഷേപകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാനും ഓരോ മാസവും ഓൺലൈൻ മീറ്റിംഗ് കൂടാനും തീരുമാനമായി. മീറ്റിംഗിൽ ടൂറിസം മന്ത്രാലയത്തിലെ പ്രതിനിധികളും നിക്ഷേപകരും പങ്കെടുക്കും. ഇതിനായി ടൂറിസം മന്ത്രാലയത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കും. ടൂറിസം മേഖലയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാൻ ഒരു ഫോൺ നമ്പർ അനുവദിക്കും. ഇതുവഴി വാട്സപ്പിലൂടെയും സഹായം തേടാനുള്ള സൗകര്യമുണ്ടാകും. സമീപകാലത്തായി ടൂറിസം മേഖലയിലെ നിയമലംഘനങ്ങൾ കുറയുകയും സേവനം മെച്ചപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. സൗകര്യങ്ങൾ വിലയിരുത്താൻ ടൂറിസം കേന്ദ്രങ്ങളിലും ഹോട്ടലുകളിലും മറ്റും പരിശോധന നടത്തും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകി വരുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇന്ത്യയിൽ നിന്നുള്ള ചിലയിനം വാഹന ബാറ്ററികളുടെ ഇറക്കുമതിക്ക് മാലിന്യ സംസ്കരണ നികുതി ഏർപ്പെടുത്തുമെന്ന് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ഖത്തറിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഓട്ടോമേറ്റീവ് ബാറ്ററികൾക്കാണ് നികുതി ബാധകം. ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമതയെ പിന്തുണയ്ക്കുന്നതിനും അന്താരാഷ്ട്ര ഇറക്കുമതിയിലൂടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് നടപടി. കൊറിയയിൽ നിന്നുള്ള ഓട്ടോമേറ്റീവ് ബാറ്ററികൾക്കും നികുതി ബാധകമാണ്. റാസൽ ഖൈമയിൽ ജോലിക്കിടെ ട്രക്ക് അപകടത്തിൽപ്പെട്ട് മലയാളി യുവാവിന് ദാരുണാന്ത്യം. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി അതുലാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ഇന്നലെ റാസൽ ഖൈമ സ്റ്റീവൻ റോക്കിലാണ് അപകടമുണ്ടായത്. ലോഡുമായി ക്രഷറിലേക്ക് വരികയായിരുന്ന ട്രക്ക് നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. അതുലാണ് ട്രക്ക് ഓടിച്ചിരുന്നത്. കഴിഞ്ഞ 5.5 വർഷമായി സ്റ്റീവൻ റോക്കിൽ ജോലി ചെയ്യുന്ന അതുൽ അവിവാഹിതനാണ്. അഗ്രൂൽ കുണ്ടിലാത്തോട്ട് വീട്ടിൽ ശശികുമാർ അജിത ദമ്പതികളുടെ മകനാണ്. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ ഗോൾഡ് കോസ്റ്റിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. തിരുവനന്തപുരം സ്വദേശി ബെഞ്ചമിൻ അലക്സാണ്ടർ ആഗ്നുവാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ബെഞ്ചമിനും സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ ഗോൾഡ് കോസ്റ്റിലെ മജീരബയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഡോക്ടർ അലക്സാണ്ടർ ആഗ്നുവിന്റെയും പ്രീതയുടെയും മകനാണ് മരിച്ച ബെഞ്ചമിൻ. സംസ്കാരം പിന്നീട് നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. UAE-യിലെ ഹത്ത ലഗ്ബാബ് റോഡിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. 11 പേർക്ക് പരിക്കേറ്റു. അമിത വേഗവും അശ്രദ്ധയുമാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കേസെടുത്തു. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നടത്തിയ പരിശോധനയിൽ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ 9 ഭക്ഷ്യസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് അടക്കമുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തി. കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നതും കണ്ടെത്തി. ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിലും സുരക്ഷയിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ക്യാപിറ്റൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അലി അൽഖന്തരി അറിയിച്ചു. ആഗോളതലത്തിൽ ഏറ്റവും കൃത്യനിഷ്ഠ പാലിക്കുന്ന എയർലൈനുകളുടെ പട്ടികയിൽ ഖത്തർ എയർവേസ് ഇടം പിടിച്ചു. ഏവിയേഷൻ അനലിറ്റിക്സ് കമ്പനിയായ സിറിയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023 ആഗോളതലത്തിൽ സമയബന്ധിതമായി സർവീസ് നടത്തുന്ന വിമാന കമ്പനികളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ഖത്തർ എയർവേസ്. കൃത്യസമയത്ത് പുറപ്പെടുന്നതിൽ 84.07%, കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിൽ 86.4%മാണ് ഖത്തർ എയർവേസിന്റെ പ്രകടനം. കുവൈറ്റിൽ അഹമ്മദി ഗവർണറേറ്റിന്റെ ഗവർണറായി ചുമതലയേറ്റ ഷെയ്ഖ് ഹുമൂദ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹിനെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സോയ്ക്ക സന്ദർശിച്ചു. ഗവർണറേറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെക്കുറിച്ചും ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചകൾ നടന്നു. ഖത്തറിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച പ്രവാസി വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ് കൊല്ലത്തിന് പ്രവാസി വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി യാത്രയയപ്പ് നൽകി. സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. പ്രവാസി വെൽഫെയർ കൊല്ലം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്.
സൗദി അറേബ്യയിലെ ഗമീസ് മുഷൈത്തിൽ നടക്കുന്ന ഗമീസ് പ്രീമിയർ ലീഗ് രണ്ടാം പതിപ്പിന്റെ ജേഴ്സിയും ട്രോഫിയും പ്രകാശനം ചെയ്തു. സ്പോൺസർമാർ ടീം ക്യാപ്റ്റന്മാർക്ക് ജേഴ്സികൾ നൽകി. അഷ്റഫ് കുറ്റിച്ചൽ, സുബൈർ എന്നിവർ ചേർന്ന് ട്രോഫി അനാച്ഛാദനം ചെയ്തു. സെപ്റ്റംബർ 5, 6 തീയതികളിൽ അസീർ ക്രിക്കറ്റ് കൂട്ടായ്മയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. രാത്രി 8 മണിക്ക് ദമക് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. അസീർ ക്രിക്കറ്റ് കൂട്ടായ്മ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. താരസംഘടനയിൽ കൂട്ടരാജി. ലൈംഗിക ആരോപണങ്ങളിൽ ആടിയുലഞ്ഞ താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചു. നേതൃത്വത്തിൽ താൻ ഇരുന്നപ്പോഴുണ്ടായ വിവാദങ്ങൾ വേദനിപ്പിച്ചെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ മോഹൻലാൽ പറഞ്ഞു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും വരെ നിലവിലെ നേതൃത്വം താൽക്കാലിക ഭരണ സംവിധാനമായി തുടരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ താരസംഘടന അമ്മ ആടിയുലയുമ്പോഴാണ് ഗത്യന്തരമില്ലാതെ മോഹൻലാലിനുൾപ്പെടെ രാജിവെച്ചൊഴിയേണ്ടി വന്നത്. സംഘടനയ്ക്കുള്ളിലെ കടുത്ത ഭിന്നതയും നേതൃത്വത്തിന്റെ കൂട്ടരാജിയിലേക്ക് എത്തിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മറ്റു താരങ്ങൾ അഭ്യർത്ഥിച്ചെങ്കിലും കാര്യങ്ങൾ കൈവിട്ടതോടെ മറ്റു മാർഗമില്ലാതായി. ഓൺലൈനിൽ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ മോഹൻലാൽ വികാരാധീനനായി. 17-അംഗ ഭരണസമിതിയിൽ കൂട്ടരാജി. ഇക്കാര്യത്തിലും ഭിന്നാഭിപ്രായമുയർന്നു. ജഗദീഷും ജയൻ ചേർത്തലയും എതിരഭിപ്രായം ഉന്നയിച്ചെങ്കിലും ഒടുവിൽ വഴങ്ങുകയായിരുന്നു. രാജിപ്രഖ്യാപനം വാർത്താക്കുറിപ്പിൽ ഒതുക്കണമെന്നായിരുന്നു ഒരുമിച്ചുള്ള തീരുമാനം. ആരോപണങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയത്. ഒളിച്ചോട്ടമല്ലെന്ന എക്സിക്യൂട്ടീവ് അംഗം ജോയി മാത്യു. പൊതുവെ നമ്മളെ രാജ്യത്ത് ഒരു ഭരണസമിതിയിൽ കേന്ദ്രത്തിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ആരോപണം നേരിട്ടാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമൊക്കെ ആരോപിക്കപ്പെട്ടാൽ അവർ രാജിവെച്ചതോടെ തീരുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ വേറെ മാതൃകയാക്കാണ്. ഭരണസമിതി മൊത്തം ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിന്റെ പേരിൽ രാജിവെക്കണം. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയ നേതൃത്വം ഉണ്ടാവട്ടെ എന്ന വാർത്താക്കുറിപ്പിൽ മോഹൻലാൽ കുറിച്ചു. 2 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുവനിര നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് പൊതുവികാരം. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ് അടക്കമുള്ളവരെ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ കടന്നുപോയത്. അപ്പോഴും താരങ്ങൾക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽ സംഘടനയ്ക്ക് മറുപടിയില്ല. പുതിയ ഭരണസമിതിയിൽ തലമുറ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയം. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. ലൈംഗികാരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ പരാതിയുമായി ഇടവേള ബാബു സംസ്ഥാന പോലീസ് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇമെയിൽ വഴി പരാതി നൽകി. ഗൂഢാലോചനയുടെ ഭാഗമായാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പരാതിയിൽ കൃത്യമായി അന്വേഷണം നടത്തണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടു. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇടവേള ബാബു പറഞ്ഞു. നടൻ സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് യുവനടി പോലീസിൽ പരാതി നൽകി. പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖേനയാണ് പരാതി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി കൈമാറും. സിദ്ദിഖിന് എതിരായ തെളിവുകൾ കൈവശമുണ്ടെന്ന് നടി വ്യക്തമാക്കി. നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ നടനും MLA-യുമായ മുകേഷ് സ്വന്തം തട്ടകത്തിലും ഒറ്റപ്പെടുന്നു. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് CPI നേതാവ് ആനി രാജ രംഗത്തെത്തി. ഇന്ന് ചേർന്ന CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. പരാതി ഉന്നയിച്ചവരുടെ വ്യക്തിത്വം ചോദ്യം ചെയ്തായിരുന്നു ആരോപണങ്ങൾക്ക് മുകേഷിന്റെ മറുപടി. LDF നേതാക്കൾ മൗനം തുടരുന്നതിനിടെയാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് CPI ദേശീയ നേതാവ് ആനി രാജ രംഗത്തെത്തിയത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്നും ആനി രാജ പറഞ്ഞു. ഈ MLA പദവിയിലിരിക്കുന്ന മുകേഷിനെ അദ്ദേഹം ആ സ്ഥാനത്തു നിന്നും മാറി നിൽക്കണം. അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം അത് സ്വമേധയാ ചെയ്യുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ അക്കാര്യം ഉറപ്പുവരുത്തണം. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. മുകേഷിനെ പൂർണ്ണമായി കൈയൊഴിയുന്ന നിലപാടായിരുന്നു സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടേത്. ആരോപണങ്ങൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. നിയമപരമായി പരിരക്ഷ ലഭിക്കേണ്ട ഓരോ വ്യക്തിക്കും ജനപ്രതിനിധികൾക്കും അതിൻ്റെതായിട്ടുള്ള പരിരക്ഷ ലഭിക്കും. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു. മുകേഷിനെതിരെ വിയോജിപ്പ് പരസ്യമാക്കുന്നതായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ പ്രതികരണം. അന്വേഷണം നേരിടുമ്പോൾ MLA എന്ന സംരക്ഷണം മുകേഷിന് ഗുണകരമാകില്ലെന്ന ധ്വനിയുണ്ട് ഈ പ്രതികരണത്തിന്. ജനപ്രതിനിധിയല്ല, മന്ത്രിയല്ല, ഗവർണറല്ല, വേറെ അതിലും മുകളിൽ ആരെങ്കിലും ആയാലും ഇവരോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്.
അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുകേഷ് പ്രതികരിച്ചു. എന്നാൽ പരാതി ഉന്നയിച്ചവരുടെ അന്തസ്സ് പ്രസ്താവനയിലുടനീളം മുകേഷ് ചോദ്യം ചെയ്തു. അവസരം ചോദിച്ചു വന്ന് കിട്ടാത്തവരുടെ ഭീഷണിയായാണ് പരാതിയെ മുകേഷ് വിശേഷിപ്പിച്ചത്. ചിലർ പണം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചെന്നും അതിന് വഴങ്ങാത്തതാണ് പരാതിക്ക് കാരണമെന്നും മുകേഷ് പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘവും സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരും തള്ളിപ്പറഞ്ഞ മുകേഷിന് CPIM എത്രനാൾ സംരക്ഷണ വലയം തീർക്കുമെന്നാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക് 24. BJP നേതൃത്വത്തെ വീട്ടിലാക്കി മുകേഷ് MLAക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുകേഷിന്റെ രാജ്യാവശ്യം BJP ശക്തമാക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. നിലപാടിലെ വൈരുദ്ധ്യത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തു. കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കാൾ പ്രധാനം സിനിമയാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ നിലപാട് സംസ്ഥാന BJPക്കെതിരായിരുന്നു. ലൈംഗികാരോപണ വിവാദത്തിലും സുരേഷ് ഗോപി സിനിമാക്കാർക്കൊപ്പം നിന്നതോടെ പാർട്ടി നേതൃത്വം പ്രതിക്കൂട്ടിലായി. ഗുരുതര ആരോപണം നേരിടുന്ന മുകേഷ് MLAയെ ചേർത്ത് നിർത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. മുകേഷിനെതിരായ പ്രതിഷേധങ്ങളുടെ മുനയൊടിഞ്ഞതോടെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. പാർട്ടി നിലപാട് പറയാൻ നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണെന്ന് K. സുരേന്ദ്രൻ. പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ്. പാർട്ടി നിലപാടിനോട് ചേർന്ന് പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത്. തൃശൂർ രാമനിലയത്തിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദ്യമുന്നയിച്ചു. ഉത്തരം മുട്ടിയ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളി. BJP അധ്യക്ഷൻ താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പറഞ്ഞത് മാധ്യമപ്രവർത്തകരോടാണെങ്കിലും എന്റെ വഴി എന്റെ അവകാശമാണെന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ BJP സംസ്ഥാന നേതൃത്വത്തിനുള്ള മറുപടി കൂടിയാണ്. ന്യൂസ് ഡെസ്ക് 24. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ച പൾസർ സുനി. വിചാരണ വൈകിപ്പിക്കാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് ഒന്നാം പ്രതി പൾസർ സുനി കോടതിയെ അറിയിച്ചു. വിചാരണയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വിദഗ്ധ ചികിത്സ അനിവാര്യമാണ്. വിചാരണ വർഷങ്ങളായി നീളുന്നതിനാൽ തനിക്ക് ജാമ്യം നൽകണം. ഇതായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദത്തിനിടെ സുപ്രീം കോടതിയിൽ പൾസർ സുനിയുടെ ആവശ്യം. വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും ജാമ്യം അനുവദിക്കരുതെന്നും സംസ്ഥാന സർക്കാർ കോടതിയോട് അഭ്യർത്ഥിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തള്ളി വിചാരണ ഇപ്പോൾ അവസാനിക്കില്ലെന്ന് പൾസർ സുനി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. 261 സാക്ഷി ബൈജു പൗലോസിന്റെ വിചാരണ 95 ദിവസമാണ് നീളുന്നതെന്ന് സുനിയുടെ അഭിഭാഷകൻ ശ്രീറാം കോടതിയെ അറിയിച്ചു. 8ാം പ്രതിയായ ദിലീപ് വിചാരണ വൈകിപ്പിക്കാനാണ് ഈ നിലപാട് സ്വീകരിച്ചതെന്നായിരുന്നു വാദം. താനുമായി ബന്ധപ്പെടുന്ന എല്ലാ സാക്ഷികളെയും വിസ്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്ന രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട സുപ്രീം കോടതി 261 സാക്ഷിയുടെ മൊഴി ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. വിചാരണയുടെ വിശദാംശങ്ങൾ അടക്കമുള്ള മറുപടി 2 ആഴ്ചയ്ക്കകം നൽകണം. കേസ് സെപ്റ്റംബർ 17 വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുണ്ടായ പ്രതിഷേധത്തിനിടെ വൻ സംഘർഷം. സംസ്ഥാനത്ത് BJP 12 മണിക്കൂർ ബന്ദ് പ്രഖ്യാപിച്ചു. ബംഗാളിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മുഖ്യപ്രതി സഞ്ജയ് റോയിയുടെ സുഹൃത്ത് ASI അനൂപ് ദത്തയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ CBIക്ക് അനുമതി. പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥികളുടെ പേരിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രഖ്യാപിച്ച മാർച്ച് BJP കൈയടക്കി. ഹൗറയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തടയാൻ പോലീസ് വൻ ക്രമീകരണങ്ങൾ ഒരുക്കി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പോലീസ് ലാത്തി വീശി, കണ്ണീർ വാതക ഗ്രനേഡും ജലപീരങ്കിയും പ്രയോഗിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനെതിരെ BJP അധ്യക്ഷൻ സുഗന്ധ മജുംദാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. BJP നാളെ ബംഗാൾ ബന്ദിന് ആഹ്വാനം ചെയ്തു.
പ്രതിഷേധത്തിന്റെ പേരിൽ അക്രമം അഴിച്ചുവിടാനാണ് ശ്രമമെന്ന് TMC ആരോപിച്ചു. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. അതേസമയം മുഖ്യപ്രതി സഞ്ജയ് റോയിയുടെ സുഹൃത്ത് ASI അനൂപ് ദത്തയെ നുണപരിശോധന നടത്താൻ CBIക്ക് കോടതിയുടെ അനുമതി ലഭിച്ചു. സഞ്ജയ് റോയ് ഉപയോഗിച്ചിരുന്ന ബൈക്ക് പോലീസ് കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് CBI അറിയിച്ചു. പോലീസിനായി വാങ്ങുന്ന വാഹനങ്ങളെല്ലാം കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക പതിവാണെന്നാണ് കൊൽക്കത്ത പോലീസിന്റെ വിശദീകരണം. കൊലപാതകത്തിൽ CBI 5 നഴ്സിംഗ് ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 11ാം ദിവസവും CBI ചോദ്യം ചെയ്തു. സന്ദീപ് ഘോഷിനെതിരെ EDയും അന്വേഷണം നടത്തും. 24 ഡൽഹി. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ ഭൂനികുതി രേഖ ആവശ്യപ്പെട്ടുവെന്ന പരാതി പരിശോധിക്കുമെന്ന് EK വിജയൻ MLA. പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് അറിയിച്ചതായും MLA പറഞ്ഞു. ദുരന്തബാധിത 24ലൂടെയാണ് പരാതി പങ്കുവച്ചത്. 24 ഇമ്പാക്ട്. നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് അധികൃതർ തടസ്സവാദം ഉന്നയിക്കുന്നു എന്ന ദുരിതബാധിതരുടെ പരാതി 24 ആണ് റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് സ്ഥലം MLAയുടെ പ്രതികരണം. അതിശക്തമായ മഴ വരുമ്പോൾ ഭീഷണി ഉളവാക്കുന്ന ഒരു സാഹചര്യം വന്നതിനെ തുടർന്നാണ് 23 കുടുംബം മാറി താമസിച്ചിട്ടുള്ളത്. 2 കുടുംബം കൂടി ഇവിടെ എത്തേണ്ടതുണ്ട്. അവർക്ക് കൂടി വാടക വീടുകൾ കണ്ടെത്താനാണ്. ജനപ്രതിനിധികളുടെ കൂടി സഹായത്തോടെയും അവരുടെ തന്നെ നേതൃത്വത്തിലുമായി കണ്ടെത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചീലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായത്. വിലങ്ങാട് ടൗണിലെ പാലം മുങ്ങി. ഒഴുക്ക് ശക്തമായതോടെ മരക്കഷ്ണങ്ങളും ഒഴുകിയെത്തി. 9:15 മുതൽ മഴ തുടങ്ങി. അതെങ്ങനെ വെളുപ്പിനായപ്പോഴത്തേക്ക് അതിശക്തമായ മഴയായി. അപ്പൊ പിന്നെ ഇവിടെയെല്ലാം പാലത്തിലും എല്ലായിടത്തിലും വെള്ളം കയറി. പാലത്തിൽ വന്നിട്ട് വലിയ പന, യാനയ്ക്കൊക്കെ കൊടുക്കുന്ന പനകൾ വന്ന് തടഞ്ഞ്. നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. 24 കോഴിക്കോട്. ഇനി കായിക വാർത്തയിലേക്ക്. വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ 2 മലയാളികൾ. സജന സജീവനും ആശാ ശോഭനയും 15-അംഗ ടീമിൽ ഇടം പിടിച്ചു. ലോകകപ്പ് ടീമിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്ന് ആശാ ശോഭന 24നോട് പറഞ്ഞു. ടീം ഇന്ത്യയുടെ ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് കരുത്തേകാൻ 2 മലയാളി താരങ്ങൾ. വയനാട്ടുകാരി സജന സജീവനും തിരുവനന്തപുരം സ്വദേശി ആശാ ശോഭനയും ലോകകപ്പിനുള്ള ഇന്ത്യയുടെ 15-അംഗ ടീമിൽ. ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി വനിതകളെന്ന ചരിത്ര നേട്ടം ഇനി സജനയ്ക്കും ആശയ്ക്കും സ്വന്തം. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ, ദീപ്തി ശർമ്മ, ജമീമ റോഡ്രിക്സ്, റിച്ച ഘോഷ്, യസ്തിക ഭാട്ടിയ, പൂജ വസ്ത്രാകർ, രേണുക സിംഗ് താക്കൂർ, അരുന്ധതി റെഡ്ഡി, ദയാലൻ ഹേമലത, രാധ യാദവ്, ശ്രേയങ്ക പാട്ടീൽ എന്നിവരാണ് ടീമിലെ മറ്റംഗങ്ങൾ. ടീമിൽ ഇടം നേടിയ സന്തോഷം ആശ ആദ്യമായി പങ്കുവച്ചത് 24ലൂടെ. കുറച്ചു മുമ്പാണ് അറിഞ്ഞത് വേൾഡ് കപ്പ് ടീമിലെ സെലക്ഷൻ കിട്ടിയെന്ന്. വളരെ സന്തോഷമുണ്ട്. ഇപ്പം എന്നെ മാത്രമല്ല, എൻ്റെ കൂടെ വേറൊരു മലയാളി താരമായ സജന ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയൊക്കെ വേണം. ഒക്ടോബർ 3 മുതൽ UAE-യിൽ വെച്ചാണ് ലോകകപ്പ്. 4-ന് ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 6-ന് പാകിസ്ഥാനെയും 9-ന് ശ്രീലങ്കയെയും 13-ന് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെയും ടീം ഇന്ത്യ നേരിടും. ബംഗ്ലാദേശിലെ സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം ടൂർണമെന്റ് UAE-യിലേക്ക് മാറ്റുകയായിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. ജയ്ഷാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചെയർമാൻ. എതിരില്ലാതെയാണ് ജയ്ഷാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജയ്ഷാ. N. ശ്രീനിവാസനും ശശാങ്ക് മനോഹറിനും ശേഷം ICC ചെയർമാനാകുന്ന 3ാമത്തെ ഇന്ത്യക്കാരനായ ജയ്ഷാ ഡിസംബർ 1-ന് ചുമതലയേൽക്കും. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു.